പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു എൻവയോൺമെൻ്റൽ ഫെസ്റ്റ്, അതിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വക്താവായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ശോഭീന്ദ്രൻ സാർ നമുക്കറിയാം, പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊണ്ട ഒരു മഹാപ്രതിഭയായിരുന്നു. പാരിസ്ഥിതിക സന്തുലനം എന്ന് നമ്മൾ പറയുന്ന എൻവയോൺമെൻ്റൽ സന്തുലനം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ആ സന്തുലനത്തിന് വേണ്ടി നിലകൊണ്ട ഒരു പ്രതിഭ എന്ന് ഒരിക്കൽ കൂടി പറയേണ്ടിയിരിക്കുന്നു. ഒക്ടോബർ മാസം 9, 10 തീയതികളിൽ ടൗൺ ഹാളിൽ വെച്ച് നടത്തുകയാണ് ഈ ഒരു മഹം എന്ന് തന്നെ പറയട്ടെ, ഒരു ഫെസ്റ്റിവൽ. അതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഗുരുവിനെ പകരാം, പ്രകൃതിയെ കാക്കാം എന്നാണ്. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. സാധാരണ പറയും, പാദസ്പർശം ക്ഷമസ്വ മേ എന്നാണ് സാധാരണ പഴയ സംസ്കൃത പദം. എൻ്റെ പാദസ്പർശം കൊണ്ട് ഭൂമിദേവിക്ക് പോലും ഒരു പരിക്ക് പറ്റരുതേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു അന്നത്തേത്. ശോഭീന്ദ്രൻ സാർ നിലകൊണ്ടതും ഇതേ ഒരു വലിയ ഉദ്ദേശത്തിന് വേണ്ടിയാണ്. പരിസ്ഥിതിക്ക് പല രീതിയിലുള്ള നാശനഷ്ടങ്ങളും വരുത്തിക്കൊണ്ടിരിക്കുന്ന, പാരിസ്ഥിതിക സന്തുലനത്തെ പല രീതിയിൽ ബാധിക്കുന്ന പുതിയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്വമുണ്ട്. പരിസ്ഥിതി ഏത് രീതിയിൽ ആണോ ഉള്ളത്, അതിന് മലിനീകരണം വരാത്ത രീതിയിൽ കൊണ്ടുപോകേണ്ടത് നമ്മുടെയൊക്കെ കടമയാണ്. അത് വ്യക്തിനിഷ്ഠം മാത്രമല്ല, സമൂഹനിഷ്ഠവും കൂടിയായിട്ടുള്ള ഒരു വലിയ കടമയാണ്. അത് നിറവേറ്റുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ്റെ ഈ പ്രവർത്തനം മുന്നേറുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വങ്ങൾ വലുതാണ്. ഒരാൾ ഒരു മാലിന്യം വലിച്ചെറിയുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ അന്തരീക്ഷത്തെ പൊള്യൂട്ട് ചെയ്യുമ്പോൾ, മലിനപ്പെടുത്തുമ്പോൾ ഒക്കെ നമ്മളെ തന്നെയാണ് മലിനപ്പെടുത്തുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം. ഇത് താരതമ്യേന നഷ്ടപ്പെട്ടുകൊണ്ട് പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫെസ്റ്റ്, എൻവയോൺമെൻ്റൽ ഫെസ്റ്റ്, തീർച്ചയായും ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഞാൻ ആ ഫെസ്റ്റിൽ പങ്കെടുക്കും. അതുപോലെ തന്നെ നിങ്ങളും ഈ ഫെസ്റ്റിൽ പങ്കെടുത്ത് ഈ ഉത്സവം എന്നു പറയട്ടെ, ഇത് നമ്മളെ രക്ഷിക്കാനുള്ള ഒരു ഉത്സവമാണ്. ആ ഉത്സവത്തിൽ പങ്കെടുത്ത് ഇതിനെ വിജയശ്രീലാളിതമാക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇതൊരു വെറും അഭ്യർത്ഥനയല്ല, ഒരു പ്രാർത്ഥനയാണ്, ഒരു വലിയ കവിയുടെ പ്രാർത്ഥനയാണ്. കവിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ മലിനീകരണം എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ള മലിനീകരണവും, മാനസിക മലിനീകരണവും, അന്തരീക്ഷ മലിനീകരണം, അല്ലെങ്കിൽ ജലമലിനീകരണം എന്നൊക്കെ സാധാരണ നമ്മൾ പറയുന്ന എല്ലാ മാലിന്യങ്ങളെയും ഉന്മൂലനം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ ഫൗണ്ടേഷന് പ്രവർത്തിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.